നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പേഴ്സ് ഫ്രോം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. എ സ്ലിപ്പ് ഈസ് ടു ബി drawn from it, but before doing so one must take a guess about the number, either prime number or a multiple of 5, which is a better guess. Why? അപ്പോൾ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് എഴുതി സ്ലിപ്പ് ഒരു ബോക്സിലേക്ക് ഇടുക. ഇതിൽ നിന്ന് സ്ലിപ്പ് എടുക്കുന്നതിന് മുമ്പ് ഗസ് ചെയ്യുക, പ്രൈം നമ്പർ ആണ് കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്, അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണോ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് എന്നുകൂടി ഗസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കാരണം കൂടി എഴുതുക. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇവിടെ പ്രൈം നമ്പറാണ്, പ്രൈം നമ്പറും മൾട്ടിപ്പിൾസ് ഓഫ് 5. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നമ്പർ, ഇപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് അതേ നമ്പർ 1 ഫാക്ടേഴ്സായി വരുന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രൈം നമ്പർ 1 to 50 വരെയുള്ളതിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ നമ്പരും 1 മാത്രമേ എന്തായി കിട്ടൂ, ഫാക്ടേഴ്സായി കിട്ടും. അതിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ, അപ്പോൾ 3/10 ആണ് പ്രൈം നമ്പറിൻ്റെ പ്രോബബിലിറ്റി. അടുത്ത മൾട്ടിപ്പിൾസ് ഓഫ് 5. അപ്പോൾ പ്രോബബിലിറ്റി ഷോൺ ബൈ 5, 3/10 ആൻഡ് 1/5. 1/5നെ 10 ഡിനോമിനേറ്ററിലാക്കി മാറ്റാം, എന്ന് വെച്ചാൽ 2/10. അപ്പോൾ ഇതിൽ 3/10ഉം 2/10, ഇതിലേതാണ് വലുത്? 3/10. ഗ്രേറ്റർ എന്ന് പറയുന്നത് 3/10 ആണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം നമ്പേഴ്സിൻ്റെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റീസ്, ജിയോമെട്രിക്കൽ ഷേപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്ന ഭാഗമാണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. അപ്പോൾ ഒരു വലിയ സ്ക്വയർ ഉണ്ട്, അതിൻ്റെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വേറൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് പച്ചയാണ്, ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ വേറെ മാറ്റി വരച്ചിട്ടുണ്ട്. നോക്കൂ, ബിഗ് സ്ക്വയറിന് ABCD എന്ന് കൊടുത്തു. അതിൻ്റെ മിഡ് പോയിൻറ്റ്, അതായത് ABCD എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റുകളാണ് PQRS. അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സ്ക്വയർ കിട്ടും. അതിനെ ഞാൻ പച്ച ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഗ്രീൻ പോർഷൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഗ്രീൻ പോർഷനെ എന്താണ്, അതിൻ്റെ വെർട്ടീസസ് തമ്മിൽ യോജിപ്പിച്ച് വരച്ചപ്പോൾ അതിനകത്ത് 4 ട്രയാങ്കിൾസ് ഉണ്ടായിട്ടുണ്ട്, 4 ട്രയാങ്കിൾസ്. അതിന് പുറമേ മിഡ് പോയിൻ്റ് എടുത്തുകൊണ്ട് ഈ ഗ്രീൻ സ്ക്വയർ വരച്ച സമയത്ത് ഈ ബിഗ് സ്ക്വയറിനകത്ത് 4 ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. നോക്കാം, അപ്പോൾ ഇതിനകത്ത് 4 ട്രയാങ്കിൾ, അതിന് ബിഗ് സ്ക്വയറിൽ 4 ട്രയാങ്കിൾ. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 8 ആണ്, 8. ഇതിൽ ഗ്രീൻ പോർഷൻ്റെ പ്രോബബിലിറ്റി, ഗ്രീൻ പോർഷനിൽ എത്ര ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഇൻ ഗ്രീൻ പോർഷൻ, ട്രയാങ്കിൾ ഇൻ ഗ്രീൻ പാർട്ട്, പോർഷൻ എന്നോ പാർട്ട് എന്നൊക്കെ പറയാം. ഗ്രീൻ പാർട്ട് 4. അപ്പോൾ പ്രോബബിലിറ്റി നോക്കൂ, എന്താ പ്രോബബിലിറ്റി? ബൈ 2. ഓക്കെ, ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വിത്ത് ആൾ വെർട്ടീസസ് ഓൺ എ സർക്കിൾ. അതായത് ഒരു സ്ക്വയറിൻ്റെ വെർട്ടീസസ് എല്ലാം സർക്കിളുമായി ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. സ്ക്വയറിന് ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിന് O, സൈഡ് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഞാനിതിനെ എന്താണ്, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2
ട്രയാങ്കിൾസ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് ആയി മാറിയപ്പോൾ ഈ എ സി എന്ന് പറയുന്നത് ട്രയാങ്കിൾസിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ബേസിൻ്റെ ആൾട്ടിറ്റ്യൂഡിൻ്റെയും മെഷറുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ കണ്ടുപിടിക്കണം. നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പൈതഗോറസ് തിയറത്തിലെ ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ബേസ് 2 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 2 സ്ക്വയർ 2√2 എന്ന് കിട്ടും. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്താണ്? സർക്കിളിൻ്റെ ഡയമീറ്ററാണ്, റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. ഏരിയ ഓഫ് ദി സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ദി സർക്കിൾ ഏതാണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ ഏതാണ്? √2. അപ്പോൾ പൈ ഇൻറ്റു √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 എത്രയാണ്? 2. അപ്പോൾ 2 പൈ എന്ന് കിട്ടും. √2 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ 2 പൈ എന്ന് കിട്ടും. ഇനി പ്രോബബിലിറ്റി കാണണം. ഓക്കെ, ഏരിയ ഓഫ് ദി സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ എന്നാണ്. ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ടു ബി ഇൻ ദ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2 പൈ. അതായത് 4 ഡിവൈഡ് ബൈ 2 പൈ. 4ന് 2 കൊണ്ട് വെട്ടി 2 കിട്ടും. പിന്നെ പൈ. അപ്പോൾ 2 ബൈ പൈ എന്നാണ് പ്രോബബിലിറ്റി.